ഹലോ കൂട്ടുകാരെ, PSC കോർണർ 2024 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരവുമാണ് നോക്കുന്നത്. ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരവും. അപ്പം പഠിക്കാം. പ്രാചീന കേരളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേര്. പ്രാചീന കേരളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന ബുക്ക് രചിച്ചത്. ഇനി ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം നമ്മൾ പറയും. ആദിഭാഷ, മോക്ഷപ്രദീപഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, വേദാന്ത സാരം, അദ്വൈത പഞ്ചരം, ദ്രാവിഡ മാഹാത്മ്യം. അപ്പം പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, വേദാന്ത സാരം, അദ്വൈത പഞ്ചരം, ദ്രാവിഡ മാഹാത്മ്യം. ഇതൊക്കെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികളെന്ന് പറയുന്നത് ഈ പറഞ്ഞവയൊക്കെയാണ്. ഇനി നെക്സ്റ്റ്, ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അതുകൊണ്ടാണ് PSCക്ക് ഇത്ര ഇഷ്ടം. ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പ്രാചീന മലയാളത്തെ പറ്റി ചോദിക്കാം. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം, പിന്നെ പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചാലും ചട്ടമ്പി സ്വാമികളാണ്. നെക്സ്റ്റ്, പ്രാചീന മലയാളത്തെ പറ്റി ഒരു പോയിന്റ് നോക്കാം. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതി. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം എന്നുള്ള വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. ഇനി നെക്സ്റ്റ് പോയിന്റ്, മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴ് ആണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ആദ്യഭാഷ. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമിയുടെ കൃതി വേദാധികാര നിരൂപണം. ചട്ടമ്പി സ്വാമിയുടെ PSCക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. ഇപ്പോൾ നമ്മൾ ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ പഠിച്ചു. പ്രാചീന മലയാളം ഏറ്റവും വലിയ കൃതിയാണെന്ന് പഠിച്ചു. പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് പ്രാചീന മലയാളം. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ആദിഭാഷ. അവർണർക്കും വേദം പഠിക്കുക എന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഇനി ചട്ടമ്പി സ്വാമി ജനിച്ച എന്നാണ് 1853 ഓഗസ്റ്റ് 25. 1856 നമ്മൾ പഠിച്ച ശ്രീനാരായണ ഗുരു ഓഗസ്റ്റ് 20. ഇവിടെ ചട്ടമ്പി സ്വാമിയുടെ 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലൂരാണ്. കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. ചിലപ്പം കണ്ണമ്മൂലയിൽ നിന്നായിരിക്കും തരുന്നത്. കൊല്ലൂരാണ്. കണ്ണമ്മൂല എന്ന് തിരുവനന്തപുരത്തുള്ള കൊല്ലൂർ എന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കണ്ണമ്മൂലയിൽ നിന്നും തരും. കൊല്ലൂർ കണ്ണമ്മൂല എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കണ്ണമ്മൂല എന്ന സ്ഥലം എന്നാണ് എല്ലാ ബുക്കിലും ഉള്ളത്. ഇത് അതിനടുത്തുള്ള സ്ഥലങ്ങളാണ്. ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. അപ്പം ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹം എന്ന് പറയുന്ന ഉള്ളൂർക്കോട് വീടാണ്. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. ബാല്യകാലനാമം കുഞ്ഞൻപിള്ള. സമാധിയായത് എന്നാണ്? 1924 മെയ് 5. 1924 മെയ് 5. അപ്പം നമ്മൾ ഇത് പഠിക്കുമ്പോൾ കണക്ട് ചെയ്യുക. ശ്രീനാരായണ ഗുരു സമാധിയായത് 1928 സമാധിയായത് 1924 മെയ് 5. അപ്പം ജനനം 1853 ഓഗസ്റ്റ് 25. ജന്മസ്ഥലം കൊല്ലൂർ. കണ്ണമൂല എന്ന് പറഞ്ഞാൽ ശരിയാണ്. 2 തിരുവനന്തപുരത്തുള്ള സ്ഥലങ്ങളാണ് അടുത്തടുത്ത്. കൊല്ലൂർ എന്ന ആ പ്രദേശത്ത് മാത്രം കൊല്ലൂർ എന്ന് പറയുന്നതേ ഉള്ളൂ. ഒരു കണ്ണമൂലക്കകത്തുള്ള പ്രദേശമാണ് തിരുവനന്തപുരത്ത്.
പിന്നെ ബാല്യകാലനാമം കുഞ്ഞൻപിള്ള, സമാധിയായത് 1924 മെയ് 5. ഇനി ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളെ ഈ മതം മാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തീയ നിരൂപണം. ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റാൻ, ക്രിസ്തു മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ക്രിസ്തീയ സഭകളുടെ പ്രവർത്തനങ്ങളെ എല്ലാം എതിർത്ത കൃതിയാണ് ക്രിസ്തുമത നിരൂപണം. ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ സുന്ദര സ്വാമികളുടെ തമിഴ് കൃതി പരിഭാഷപ്പെടുത്തിയത് ഏതാണ്? നിജാനന്ദ വിലാസ. ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമിയുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപ എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ഏതാണ്? മോക്ഷപ്രദീപത്തെ ഖണ്ഡിച്ചു, അതിനെ എതിർത്തു എന്നുള്ളതാണ്. മോക്ഷപ്രദീപ എന്ന കൃതി ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. ആ മോക്ഷപ്രദീപ എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആരാണ്? വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ്, ജാതിമത വർഗ വിവേചനത്തിനതീതമായി മനുഷ്യ സമുദായത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ജാതിമത വർഗ വിവേചനത്തിനെതിരായിട്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവുമാണ് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചതാണ്. അതായത് ജാതി മതം വർഗം ഇതൊന്നും ഒരു മാനദണ്ഡമായിരുന്നില്ല. മനുഷ്യ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിൻ്റെ, മനുഷ്യനാണ് ഏറ്റവും വലുതെന്നുള്ള അവരുടെ ക്ഷേമവും ഐശ്വര്യത്തിനെ ലക്ഷ്യമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായകനായിരുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ് പോയിന്റ്, അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അധസ്ഥിതർക്കൊപ്പം മിശ്രഭോജനം നടത്തുകയും അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. മിശ്രഭോജനം ആരുടേതാണ്? നടത്തിയതാരാണ്? അതെപ്പോഴും ചോദിക്കുന്നതാണ് ചട്ടമ്പി സ്വാമികൾ. പിന്നെ അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥ അയ്യപ്പനെ ഏൽപ്പിച്ചു. അയ്യപ്പൻ എന്ന് ചട്ടമ്പി സ്വാമികളെ ഏൽപ്പിച്ചു. ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രിക്കാനായി ചട്ടമ്പി സ്വാമിയെ ഗുരുനാഥ ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലകൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അപ്പം ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ഈ ഗുരുകുല വിദ്യാഭ്യാസ കാലത്താണെങ്കിൽ ക്ലാസ് നിയന്ത്രിക്കുന്നതിനുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഗുരുനാഥൻ ചുമതല ഏൽപ്പിച്ചത് ചട്ടമ്പി സ്വാമി അയ്യപ്പനെ ആയിരുന്നു. ചട്ടങ്ങളെല്ലാം നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന നിലയ്ക്ക് ചട്ടമ്പി സ്വാമികളെ എന്ന പേരാണ് അയ്യപ്പന് കിട്ടിയത്. അപ്പോൾ നമുക്കൊന്നും കൂടെ റിവൈൻഡ് ചെയ്യാം. ചട്ടമ്പി സ്വാമികൾ ജനനം 1853 ഓഗസ്റ്റ് 25 കണ്ണമ്മൂല, തിരുവനന്തപുരത്തെ കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലൂരെന്ന് വന്നാലും ശരിയാണ്. ജന്മഗൃഹം ഉള്ളൂർ, കോട് വീടാണ്. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നാണ്. അയ്യപ്പ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സമാധിയായത് 1924 മെയ് 5. അപ്പോൾ 1853 ഓഗസ്റ്റ് 25 ജനിച്ചു. 1924 മെയ് 5 സമാധിയായി. പ്രധാന കൃതികൾ പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, അദ്വൈത പഞ്ചരം, ദ്രാവിഡ മാഹാത്മ്യം. ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്നാണ് പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്തതാണ് പ്രാചീന മലയാളം. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന കൃതിയാണ് ആദിഭാഷ. അവർണർക്കും വേദം പഠിക്കുക എന്ന്
സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം എന്ന് അവർക്കും വേദം പഠിക്കാം എന്ന് പറഞ്ഞ കൃതിയാണ്. പിന്നെ ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളെയും മതം മാറ്റാൻ വേണ്ടി മാറ്റത്തെ എതിർത്ത കൃതിയാണ് ക്രിസ്തുമത നിരൂപണം. പിന്നെ ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമിയുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപ എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപത്തെ ഖണ്ഡിച്ചു, മോക്ഷപ്രദീപത്തെ എതിർത്തു. നെക്സ്റ്റ് പറഞ്ഞ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതാണ് പറഞ്ഞാരാണ് ചട്ടമ്പി സ്വാമികൾ. പിന്നെ ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ചട്ടമ്പി സ്വാമികൾ ക്ലാസിൻ്റെ നിയന്ത്രണം നടപ്പിലാക്കാനായിട്ട് ഗുരുനാഥ ചട്ടമ്പി സ്വാമികളെ, അതായത് അയ്യപ്പനെ ഏൽപ്പിച്ചു. അപ്പോൾ പിൽക്കാലത്ത് ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വന്നത്. അങ്ങനെയാണ് പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വന്നത്. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ മിശ്രഭോജനം നടപ്പിലാക്കിയത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ ഇത്രയാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുന്ന പ്രധാന പോയിന്റ്. PSCക്ക് ചോദിക്കുന്ന ഒരു പ്രധാന നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് എന്ന രീതി വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.